നമ്മുടെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് പരിഹരിക്കാവുന്നല്ലേ ഉള്ളൂ. അങ്ങനെ വട്ടമേശ സമ്മേളനം നടത്തി തീർക്കാനും മാത്രം പ്രശ്നങ്ങളൊന്നും നമുക്കിടയിലില്ല. എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. നാളെ രാമനവമി പൂജയ്ക്കിരിക്കുന്നത് മായയും ശ്രീരാമുമാണ്. എന്റെ മരുമകനും ഭാര്യയും ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് അവിടെ വന്ന് ഞങ്ങളെ നാണം കെടുത്താൻ നിൽക്കരുത്. മനസ്സിലായോ? എന്താ പറഞ്ഞേ? നാളത്തെ രാമനവമി പൂജയ്ക്ക് നീ വരണ്ടാന്ന്. അതെന്താ എനിക്ക് വന്ന? ഈ വീട്ടിലെ ഒരു അംഗമായി നിന്നെ ഞങ്ങൾ ആരും ഇപ്പൊ കണക്കാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പൂജ ഈ വീട്ടിലെ അംഗങ്ങൾക്ക് മാത്രം പങ്കെടുക്കാനുള്ളതാണ്. ഞാൻ നിന്നെ എന്റെ ഭാര്യയായി കരുതാത്തിടത്തോളം എന്റെ മരുമക്കളും അങ്ങനെ കരുതില്ല. അതുകൊണ്ട് ആ ചടങ്ങ് നടക്കുന്ന ക്ഷേത്രത്തിന്റെ പരിസരത്ത് പോലും നീ വന്നു പോരുത്. മനസ്സിലായോ? എന്തൊരു ദുഷ്ടനായാലും ഞാൻ ഈ വീട്ടിലെ അംഗം പോലും അല്ലാന്ന്. പൂജയ്ക്ക് ആര് വേണമെങ്കിലും ഇരുന്നോട്ടെ, പക്ഷെ അത് കാണാനുള്ള അവകാശം പോലും നിഷേധിക്കുന്ന എന്തിനാ? എനിക്ക് പോണം. അമ്മയെ ചെന്നൊന്ന് കാണാം. അമ്മ സമ്മതിക്കാതിരിക്കില്ല. മനസ്സിലായില്ലേ? പറഞ്ഞാൽ അനുസരിക്കണമെന്ന്. അല്ല, ജ്യോതി ടീക്കയും തമ്മിലല്ല, മായ ശ്രീരാമുമാണ് ചടങ്ങിൽ പങ്കെടുക്കുന്നത്. തിരുമേനിയോട് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞോളാം. താൻ നാളത്തെ ചടങ്ങിന് വേണ്ട കാര്യങ്ങളൊക്കെ അവിടെ റെഡിയാക്കി വെക്ക്. ഓക്കേ? അമ്മ, അമ്മ എന്തിനാ അമ്മ എന്നോട് ഇങ്ങനെ മുഖം തിരിക്കുന്നെ? രാമനവമിക്ക് ഞാനും കൂടി വന്നോട്ടെ. ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കില്ല, ആർക്കും ഒരു ശല്യം ഉണ്ടാക്കില്ല. മായയും ശ്രീറാമും രാമനവമിയുടെ ചടങ്ങിലിരിക്കുന്നത് കാണാനുള്ള ആഗ്രഹം എനിക്കുണ്ട്. ദയവ് ചെയ്ത് അമ്മ ഒന്ന് സമ്മതിക്കണം. ഒന്നിനും അധികാരം പറയാനുള്ള അവകാശം എനിക്കില്ലെന്നറിയാം. ഒരു ബാല്യക്കാരിയായിട്ട് കൂട്ടിയാൽ മതി. ദയവ് ചെയ്ത് എന്നെ ഒഴിവാക്കല്ലേ അമ്മ. വേണ്ട, ഈ ചടങ്ങിന് നിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടാകാൻ പാടില്ലെന്ന് തീരുമാനിച്ചതേ നിന്റെ ഭർത്താവ് തന്നെയാ. അവൻ എതിർത്തപ്പോഴൊക്കെ മുമ്പ് നിന്നെ ഞാൻ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അതിനുള്ള ശിക്ഷയും കിട്ടി. അതുകൊണ്ട് എന്റെ മോന്റെ ഇഷ്ടത്തിനെതിരായി ഞാനിനി ഒന്നും ചെയ്യില്ല. ഈ ചടങ്ങിന് നിന്നെ കൊണ്ടുപോകണ്ടെന്നാ അവന്റെ തീരുമാനം. അതുകൊണ്ട് ഈ ചടങ്ങിൽ നീ പങ്കെടുക്കണ്ട. മനസ്സിലായോ? മായച്ചി, നമ്മുടെ അമ്മായിയമ്മ എവിടെ? ക്ഷേത്രത്തിൽ വരാൻ പറ്റാത്തതിന്റെ നിരാശയില് എവിടെയെങ്കിലും കൂനി കൂടി ഇരിപ്പുണ്ടാവും. എന്നാലും നമുക്കൊന്ന് കണ്ട് യാത്ര പറഞ്ഞിട്ട് പോവാം, അല്ലേ? അതല്ലേ അതിന്റെ ഒരു മര്യാദ. അതെന്തായാലും വേണം മായച്ചി. പ്രത്യേകിച്ച് ഇന്നത്തെ രാമനവമിക്ക് പൂജക്കിരിക്കുന്നത് മായച്ചിയും ഭർത്താവും അല്ലേ. അപ്പൊ എന്തായാലും കണ്ട് യാത്ര പറഞ്ഞിട്ടേ പോകാവൂ. ദേ ഇരിക്കുന്നു നമ്മുടെ അമ്മായിയമ്മ.
എന്താടി നീ ഇവിടെ വന്നിങ്ങനെ മൗനമായിട്ടിരിക്കുന്ന? സാധാരണ ഇങ്ങനെയല്ലല്ലോ. ഞങ്ങളൊക്കെ വരണ്ടാന്ന് പറഞ്ഞാലും ഇടിച്ചു കയറി വരുന്നവളല്ലേ നീ. ഇന്ന് നിനക്ക് എന്തു പറ്റി? അത് മായച്ചി അറിഞ്ഞില്ലേ? രക്ഷാദേവത കൈവിട്ടു. അമ്മയായിരുന്നല്ലോ ഇവൾക്കിവിടെ രക്ഷാകവചം. ആ അമ്മ തന്നെ ഇവളോട് പറഞ്ഞു ഈ പൂജയ്ക്ക് വരണ്ടെന്ന്. അതിന്റെ സങ്കടത്തിലാവും നമ്മുടെ അമ്മയമ്മ. അയ്യോ, ആടിനറിയാമോ അങ്ങാടി വാണിഭം? എവിടുന്നോ കയറി വന്ന് ഇവള് വിചാരിച്ചു അമരാവതിയിലെ അമ്മയമ്മയ്ക്ക് എന്തോ ആകാന്ന്. ആ മനക്കോട്ടയാ ഇപ്പൊ പൊളിഞ്ഞു വീണത്. വെറുതെ കണ്ട ഇലകളൊക്കെ കടിച്ചു പറിച്ച് തിന്നാലേ ഒന്നുകിൽ ആട് വിഷം തിന്ന് ചാവും, അല്ലെങ്കിൽ വന്ന പോലെ പോകും. അതാ സംഭവിക്കാൻ പോകുന്ന. അതെ, ഇന്നത്തെ പൂജയ്ക്ക് നീ കൂടി വരണമെന്ന് യഥാർത്ഥത്തിൽ എനിക്ക് ആഗ്രഹമുണ്ട്. ഞാനും എന്റെ ഭർത്താവും പൂജയ്ക്കിരിക്കുന്നത് നീയൊന്ന് കാണണം. പക്ഷേ അമ്മ നിന്നോട് വരണ്ടാന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനി നിന്നെ എനിക്ക് ക്ഷണിക്കാൻ പറ്റില്ല. അയ്യോ, അതുകൊണ്ട് സോറി, നിന്നെ ക്ഷണിക്കുന്നില്ല. നീ വരണ്ട. അയ്യോ മൈജി, സമയം ഒരുപാടായി. ദേ അമ്മ ഇറങ്ങി കാണും, നമുക്ക് ഇറങ്ങാം. വാ. എന്നാ പിന്നെ ഞങ്ങള് പോട്ടെ അമ്മായി അമ്മേ. ഹലോ മരുമക്കളെ, നീ പറഞ്ഞത് 100% ശരിയാമായേ. നീയും ഭർത്താവും കൂടി പൂജയ്ക്കിരിക്കുന്നത് കാണാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അതിൽ പങ്കെടുക്കാൻ പറ്റാത്തതിൽ നല്ല സങ്കടവും ഉണ്ട്. എങ്കിലും അമ്മ വരണ്ടാന്ന് പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് വരാൻ പറ്റില്ലല്ലോ. അത് കാണാനുള്ള യോഗം എനിക്കില്ല എന്ന് കരുതി ഞാൻ അങ്ങ് സമാധാനിച്ചോളാം. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. നീയും ചിത്രയും മായയുടെ വാലുകളാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നെ കളിയാക്കാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും നിങ്ങൾ പാഴാക്കണ്ട. കളിയാക്കിക്കൊള്ളുന്നേ, പക്ഷെ ഒരു കാര്യം എപ്പോഴും ഓർത്തോ, പൂജയിൽ ആര് പങ്കെടുക്കണം ആര് പങ്കെടുക്കണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈശ്വരനാണ്. പിന്നെ നിങ്ങൾക്കൊന്നും എടുത്തു മാറ്റാൻ കഴിയാത്ത ഒരു അനുഗ്രഹം കൂടി ഈശ്വരൻ എനിക്ക് തന്നിട്ടുണ്ട്. ദേ താലി. അമരാവതിയിലെ DKയുടെ ഭാര്യ എന്നതിന്റെ അടയാളം. ഇതിനപ്പുറം എനിക്ക് ഒരു അംഗീകാരവും ഈ വീട്ടിൽ വേണമെന്നില്ല. മരുമക്കള് പോയിട്ട് വാ, ചെല്ല്. ഇവിടെ അവിനാശിനെ എവിടെയെങ്കിലും കാണുന്നില്ലല്ലോ. അവിനാശ് ഇവിടെ എവിടെയെങ്കിലും കാണും. എല്ലാം ഇനി അവൻ വരാതിരിക്കുവോ? അമ്മ വിഷമിക്കണ്ട, അവിനാശ് പറഞ്ഞതുപോലെ ചെയ്യും. ഹലോ പ്രിയ. ഹലോ അവിനാശ്, എവിടെ എത്തി? ഞങ്ങൾ ഇവിടെ എത്തി. അവിനാശ് എവിടെയാ? ഞാനിവിടെ ഗ്രീൻ റൂമിലുണ്ട്. പേടിക്കണ്ട, കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ നടക്കും. നിങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഒരാളെ ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഗ്രീൻ റൂമിൽ ഒരുങ്ങാനുള്ള എല്ലാ ഏർപ്പാടും ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ?
അവിനാശ് ഒരാളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. പ്രിയല്ലേ? അതെ, ഞാൻ അവിനാശ് സാർ പറഞ്ഞിട്ട് വന്നതാ. ദേ സ്റ്റേജിന്റെ സൈഡിലെ ഗ്രീൻ റൂം, അങ്ങോട്ട് വരാൻ പറഞ്ഞു. പോവാമേ, വന്നോളൂ. ഇതാണ് ജ്യോതി, നിന്റെ അനിയത്തിക്കുള്ള താലിക്കുരുക്ക്. നിന്റെ ഭർത്താവ് അവളെ വേറെ കല്യാണം കഴിപ്പിക്കാൻ തീരുമാനിച്ച പിന്നെ ഞാൻ എന്തു ചെയ്യും? ഏതായാലും അനിയത്തിയുടെ കല്യാണം കൂടാൻ ചേച്ചിയെ കൂടെ ഒന്ന് ക്ഷണിക്കാം. താൻ എന്തിനാ എന്നെ വിളിക്കുന്നത്? വെക്കടാ ഫോൺ. അയ്യോ ജ്യോതി, ഫോൺ വെക്കല്ലേ. ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വിളിച്ചതാ. എന്ത് കാര്യം? ഞാൻ നിന്നെ ഒരു വിവാഹത്തിന് ക്ഷണിക്കാനാ ഇപ്പൊ വിളിച്ചത്. ആരുടെ വിവാഹമാണെന്ന് നീ എന്താ ചോദിക്കാത്തെ? ഇത്ര അടുത്ത ഒരു ബന്ധുവിന് വിവാഹം നടക്കുമ്പോ നീ ഇവിടെ വേണ്ടേ? നീ വരണം, അതിന് സാക്ഷിയാവണം. ആരുടെ വിവാഹമാണെന്ന് ആയിരിക്കും നീ ഇപ്പൊ സംശയിക്കുന്നത്. ഏതായാലും വരനീ ഞാന്. വധു നിന്റെ അനിയത്തി പ്രിയ. എന്താ സന്തോഷായില്ലേ? മുഹൂർത്തം 10:30 ഇന്ന് രാവിലെ. സ്ഥലം തൽക്കാലം ഞാൻ പറയുന്നില്ല. ഇപ്പോ സമയം 9 മണിയായി. ഇനിയിപ്പോ 1.5 മണിക്കൂർ സമയം കൂടെ ബാക്കിയുണ്ട്. നിന്റെ അനിയത്തി അമ്മയും ക്ഷേത്രത്തിലെത്തിക്കഴിഞ്ഞു. അവളിപ്പോ കല്യാണപ്പെണ്ണിന്റെ വേഷത്തിൽ അങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുക. എന്റെ അനിയത്തെ ചതിച്ച് കല്യാണം കഴിക്കാന്ന് നീ സ്വപ്നത്തിൽ പോലും വിചാരിക്കണ്ട. അത് നടക്കില്ല. ഇനിയുള്ള 1.5 മണിക്കൂർ കൊണ്ട് നിനക്കത് തടയാൻ കഴിയെങ്കിൽ നീ ചെയ്ത് കാണിക്കടി. മുഹൂർത്തം കൃത്യം 10:30. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഇവിടെ ശരി ശരി ഓക്കെ. എന്താ അച്ഛാ, അമ്മയും പ്രിയ എവിടെ? എനിക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ല. അതിനവര് വീട്ടിലില്ലല്ലോ. രാവിലെ ഏതോ അമ്പലത്തിൽ തൊഴാനെന്നും പറഞ്ഞു പോയി. എന്താ, എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടോ മോളെ?
ഇല്ല, ഒന്നുമില്ല. ഞാൻ വെറുതെ വിശേഷം അറിയാൻ വേണ്ടി വിളിച്ചതാ. ഓഹോ, ഫോണാണെങ്കിൽ കിട്ടുന്നില്ല, അതുകൊണ്ടാ അച്ഛനെ വിളിച്ച്. ശരി അച്ഛാ. ഏതായിരിക്കും ആ ക്ഷേത്രം? അതോ അവൻ എന്നെ ഭയപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതാണോ? അച്ഛൻ അറിയാതെ പ്രിയയ്ക്കൊരു രഹസ്യ വിവാഹം നടത്താൻ മമ്മി തയ്യാറാവോ? എന്തായാലും അന്വേഷിച്ച് കണ്ടുപിടിച്ചേ പറ്റൂ. 1.5 മണിക്കൂർ അതിനകം ആ ക്ഷേത്രം കണ്ടെത്തിയേ പറ്റൂ. അമ്മേ, എനിക്ക് പേടിയാവുന്നമ്മേ. എന്തിന്? ഇതെങ്ങാനും അച്ഛനറിഞ്ഞ. അതോർത്ത് നീ പേടിക്കണ്ട. അങ്ങനെ പറഞ്ഞു നിർത്താനുള്ള മാർഗമൊക്കെ എനിക്കറിയാം. തൽക്കാലം ഇത് നടന്നേ പറ്റൂ. നമസ്കാരം. ഞങ്ങള് ലേറ്റ് ആയില്ലല്ലോ തിരുമേനി? ഇല്ല, കൃത്യസമയത്ത് തന്നെ എത്തി. ഇന്നത്തെ പൂജയുടെ അതിഥികൾ നിങ്ങൾ മാത്രമാണ്. ഭാര്യ വന്നിട്ടുണ്ടല്ലോ അല്ലേ? ഇല്ല, വന്നിട്ടില്ല. ഇന്നത്തെ പൂജ ഇരിക്കുന്ന ഞാനല്ല. അതെന്ത് പറ്റി? ക്ഷമിക്കണം തിരുമേനി, നേരത്തെ തീരുമാനിച്ചത് കുറച്ചൊരു മാറ്റമുണ്ട്. അല്ല, അപ്പൊ പൂജ നടത്തണ്ടെന്നാണോ? അല്ല, എന്റെ മൂത്ത മരുമകൾ മായയും ഭർത്താവ് ശ്രീരാമുമാണ് ഈ രാമനവമി പൂജയിൽ പങ്കെടുക്കുന്നത്. മതി, അത് മതി. ഈ കുട്ടിയുടെ ഭർത്താവ് എവിടെ? ചടങ്ങുകൾ തുടങ്ങുമ്പോഴേക്കും അവരിങ്ങെത്തിക്കും. എന്നാ പിന്നെ എല്ലാരും വരിക. പ്രിയ, റെഡി ആയില്ലേ? സമയമായോ അവിനാശ്? ഇല്ല ആന്റി, ഒരു 10-15 മിനിറ്റ് ഉണ്ട്. എത്രയും വേഗം ചടങ്ങ് നടത്തി ഇവിടെ നിന്ന് തിരിച്ചു പോണം. ആരെങ്കിലും കണ്ടാലുണ്ടാവുന്ന ഭവിഷ്യത്ത് പറയണ്ടല്ലോ. ആന്റി ഒന്നും കൊണ്ട് പേടിക്കണ്ട, ആരും ഒന്നും അറിയാൻ പോകുന്നില്ല. പിന്നെ എല്ലാവരെയും വിളിച്ച് ആഘോഷമായിട്ട് കല്യാണം നമുക്ക് വീണ്ടും നടത്താം. ഇതിപ്പോ എന്റെ ഒരു സമാധാനത്തിന് വേണ്ടി മാത്രമല്ല, പ്രിയയ്ക്ക് ഞാൻ കൊടുക്കുന്ന ഉറപ്പുകൂടെ. സാറേ, ഒന്ന് വരൂ, ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങളോട് നിൽക്കേ, സമയമാകുമ്പോ ഞാൻ തന്നെ ഒന്ന് കൂട്ടിക്കൊണ്ട് പോയിക്കോളാം. പിന്നെ അതുവരെ നിങ്ങൾ മുറിക്ക് പുറത്തിറങ്ങണ്ട. വാടാ. ചേട്ടാ, തൊട്ടടുത്ത് വേറൊരു അമ്പലമുണ്ട്, അങ്ങോട്ടേക്കൊന്ന് പോവോ? ശരി. ചേട്ടാ, ഒന്ന് വേഗം പോവോ? ശരി ചേച്ചി. എന്തൊരു നാശമായത്.
ജ്യോതിയെ കാണുന്നില്ല. അവളെ കൊണ്ടുവന്നില്ലേ? ഈ നാശങ്ങൾ ഇവിടെ ഉള്ളപ്പോൾ കല്യാണം എങ്ങനെ നടത്തും? ആകെ കുരിശായില്ല. പ്രിയ അമ്മ ഇവരെ കാണാൻ നോക്കണം. ഇവരിവിടെ ഉണ്ടെന്നറിഞ്ഞാൽ അപ്പോഴേ ഒരു സ്ഥലം വിടും.